പാദങ്ങളിടറിയ വേളയിൽ വൻകരം താങ്ങിത്തലോടിയ, പാദങ്ങളിടറിയ വേളയിൽ വൻകരം താങ്ങിത്തലോടിയ, ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. സുഭാഷിതം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Therefore, do not cast away your confidence, which has great reward. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ ഇന്ന് നിങ്ങളോടും എന്നോടും സംസാരിക്കുന്നു. ധൈര്യം എന്നുള്ളതിന് കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ആത്മവിശ്വാസം. തന്നിലും തന്റെ ശക്തികളിലും കഴിവുകളിലുമുള്ള ഉറപ്പാണിത്. ഈ ഉറപ്പും ധൈര്യവും ആന്തരികമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. ധാരാളം കഴിവുകളും പ്രാപ്തിയുമുള്ള ആളുകൾ തനിയെ പറയാറുണ്ട്, എന്നെ കൊണ്ട് യാതൊരു കഴിവുമില്ല, ഞാനിങ്ങനെ ആയിപ്പോയി, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒരുവന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ആത്മവിശ്വാസം ഉണ്ടാകുവാനും അത് വർദ്ധിക്കുവാനും നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ ആത്മധൈര്യമുണ്ട്. യേശുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ കർത്തൃത്വം മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മെ മുഴുവനായി നിയന്ത്രിക്കുന്നത് കർത്താവായിരിക്കണം. Allow him to control it. നമ്മുടെ ഉള്ളിലാണ് കർത്താവ് വസിക്കുന്നത്. കർത്താവ് വസിക്കുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകുന്നു. എഫെസ്യർ 3:12 പറയുന്നു, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എന്ന്. ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ധൈര്യം ക്ഷയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. വിഷയം കർത്താവിനോട് പറയുക. ആ വിഷയത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ ദൈവം അതിനുള്ള ധൈര്യം തരും. ദാവീദിന് ഗോലിയാത്തിനെ നേരിടുവാനുള്ള ധൈര്യം അങ്ങനെയാണ് ലഭിച്ചത്. തിരുവെഴുത്തുകളിൽ പലതവണ ആവർത്തിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് ധൈര്യപ്പെടുക, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക എന്നുള്ളത്. ദൈവം കൽപ്പിച്ചിട്ടുള്ള ദൈവവചനത്തിൽ നാം വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടുവാനുള്ള ഉൾബലം ദൈവം നമുക്ക് തരും. വചനം വിളിച്ചു പറയുവാൻ നാം ധൈര്യപ്പെടണം. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് പറയുന്നു, സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. കർത്താവിലും വചനത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ആത്മധൈര്യം വർദ്ധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു എന്ന്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യമുണ്ടാകും. 1 യോഹന്നാൻ 5:14 വായിക്കുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രതിഫലമുള്ളതാണ് ഈ ധൈര്യം. മോശയ്ക്ക് ശേഷം ഇസ്രയേൽ ജനത്തെ നയിച്ച യോശുവ യഹോവയിൽ ധൈര്യപ്പെട്ടതുകൊണ്ട് 30-ലധികം രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയതായി വചനം പറയുന്നു. പ്രിയമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ഉൾപ്രേരണ തരുന്നതാണ് ഈ ആത്മവിശ്വാസം. എബ്രായർ 4:16 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം ചെയ്യേണ്ടത് അത്രമാത്രമേ ഉള്ളൂ. മഹാപ്രതിഫലമുള്ള ധൈര്യം വിട്ടുകളയരുതേ. കരുണയുള്ള പിതാവേ,
പലപ്പോഴും ഞങ്ങൾ ധൈര്യം ക്ഷയിച്ചു പോകുന്നവരാണ്. എന്നാൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അവിടുത്തെ വചനത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആശ്രയിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഏഴയ്ക്കായി കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന രക്ഷകനേ, ഏഴയ്ക്കായി കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന രക്ഷകനേ, ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ, ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ.